ലഘുന ശരിയല്ല. പോയിട്ട് പിന്നെ വരാം. എന്താന്ന് പല്ലി വീണെന്ന് പറഞ്ഞ് തിരിച്ചു വന്നോ? വിവരമില്ലാത്തവൻ. ഇനി ഒരു തവണ കൂടെ മിസ് ചെയ്താണ്ടല്ലോ തന്നെ വെച്ചേക്കില്ല. ചെല്ലേ. സാറിന്റെ ഫോൺ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ MLA മെസ്സേജും ചേർന്ന് രേവന്തിനെ കൊന്നതായിരിക്കോ? എന്നാലും ഇവർക്ക് രണ്ടുപേർക്കും അവനെ കൊല്ലേണ്ട കാര്യം എന്താ? ഒരു പിടിയില്ല. ദൈവത്തിന് മാത്രം അറിയാം. എനിക്കിതിപ്പോ ഒരു പിടി കിട്ടുന്നില്ല. എടാ, ഈ മർഡർ ആരാ ചെയ്തെന്ന് എനിക്ക് മനസ്സിലായി. ആരാ? നമ്മുടെ ചെയർമാൻ. ചെയർമാനാ? ആ, എന്റെ പിന്നാലെ മണപ്പിച്ച് നടക്കാതെ ആ ഓഫീസ് റൂമിൽ ഒരു ശ്രദ്ധ കൊടുത്തൂടെ? അവിടെ അലമാരയിൽ എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം ഇരിക്കുന്നെന്ന് അറിയാവോ? അതങ്ങനെ ആരെങ്കിലും കണ്ടാലേ അതോടെ എന്റെ ജീവിതം തൊലഞ്ഞു. ഓക്കെ സർ. അപ്പൊ തൊലഞ്ഞാ കുഴപ്പമില്ലേ? ഇയാള് പോടാ. MLA ആണോ, SI ആണോ, പ്രിൻസിപ്പൽ ആണോ, ചെയർമാൻ ആണോ? ഇതിപ്പോ ആരായിരിക്കും ചെയ്ത്? ഒരുത്തൻ ചോദിക്കുന്നു ഷർട്ട് മാറ്റി എന്തിനാണെന്ന്. ഒരുത്തൻ ഷോർട്ട് ഫിലിമിന്റെ കഥ പറയുന്നു. ഇവന്മാരെല്ലാരും കാരണം എന്റെ ശരീരം കിലുകിലാന്ന് വിറക്കെ. എന്ത് ചെയ്യണമെന്നറിയില്ല. ഇയാളെന്തിനാ എന്നെ കണ്ട പോടിയത്? കോളേജിൽ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇനി ചിലപ്പോ ഇവനായിരിക്കോ കൊലപാതകി. ഇവനെ പിടിച്ചാ ഞാൻ സേഫ് ആവും. ഏതയാള്? വേറെ പണിയൊന്നുമില്ലേ? ഇയാള് നിന്നെ എന്റെ പിന്നാലെ വരുന്നേ? ഇങ്ങോട്ടാണല്ലോ വന്നത്. ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് പോയി. എടാ രേവന്ത് എവിടെടാ? എവിടെ കാണുന്നില്ലോ അവനെ. ഓഫീസിന്റെ അടുത്തേക്ക് പോകുന്നത് ഞാൻ കുറച്ചു മുമ്പ് കണ്ടായിരുന്നു. ശരി, പോയി നോക്കാം. ഇയാളെന്തിനാ വന്ന്? ഇവനെന്തിനാ വന്നത്? എന്താ സാറേ? ഞാൻ ഓഫീസ് റൂമിൽ പോയപ്പോ രേവതിനെ അവിടെ കണ്ടില്ല. അവൻ പിന്നെ ഇതെവിടെ പോയി? അവൻ പിന്നെ ഇതെവിടെ പോയി? എടാ അവനൊന്ന് ഫോൺ ചെയ്ത് നോക്കി. ഇവനിനി ഈ അവസാനം ഇതെവിടെ പോയി? എടാ ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറഞ്ഞോണ്ടിരിക്കുന്നത്. സ്വിച്ച് ഓഫോ? ഡെഡ് ബോഡിയുടെ പ്ലേസ് മാറി. കുറച്ചു മുമ്പ് ഓഫീസ് റൂമിലപ്പോൾ ആരോ വന്നിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അതെന്താണെന്ന് മനസ്സിലാവുന്നുമില്ല. എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? നടന്നത് എന്താണെന്നറിയില്ല. നടക്കാൻ പോകുന്നതിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ എനിക്കിതിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. സ്വിച്ച് ഓഫ്. വീഡിയോ റെക്കോർഡായിട്ടുണ്ടാവും എന്തോ.
ഇതെന്താ ഇവൻ കയറി വരുന്നു? യുറേക്ക, എന്തെങ്കിലും ഒരു പുതിയ കാര്യം കണ്ടുപിടിക്കുമ്പോൾ അതൊരു സംഭവം തന്നെയായിരിക്കും. ഇപ്പൊ ഞങ്ങളും അതുപോലൊരു എക്സൈറ്റ്മെന്റിലാണ്. നിങ്ങളെല്ലാവരും പുതിയൊരു കാര്യത്തിന് സാക്ഷിയാവാൻ തയ്യാറാണോ? എന്റെ കഥ ക്ലൈമാക്സ് ആയെന്ന് തോന്നുന്നു. അവൻ എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്. Ready, one. Two. Three. പക്ഷേ ഈ കാര്യം ഞാനായിട്ട് അവതരിപ്പിക്കില്ല. നിങ്ങൾ ഇത്രയും നേരം കാത്തിരുന്ന രേവന്ത് തന്നെ നേരിട്ട് വന്ന് നിങ്ങളോട് കാര്യം പറയുന്നതായിരിക്കും. So put your fingers crossed for some more time. ഇതെന്ത് ട്വിസ്റ്റാണ് എന്റെ ദൈവമേ. രേവന്ത ഈ കോളേജ് ബസ് കാരണം മനുഷ്യന്റെ ഉള്ള മനസ്സമാധാനം കൂടി പോയെന്ന് പറയാം. ഇപ്പൊ കണ്ടില്ലേ, ഇത്രയും നാള് കോളേജിലെ ഓരോ ക്ലാസ് റൂമിലിരുന്ന് സുഖമായിട്ട് ബീറടിച്ചുകൊണ്ടിരുന്നതാ. ഇപ്പൊ പേടിച്ച് വേണം ഒരു ബീറടിക്കാൻ. മോനെ യുവ, ആ രേവന്ത് വന്ന് എല്ലാവരോടും ഒരു കാര്യം പറയുന്നു പറഞ്ഞില്ലേ? എന്താ അത്? അറിയില്ല സർ. ഓഫീസ് റൂമിൽ എന്താ കണ്ടെന്നാ പറഞ്ഞേ. ചിലപ്പോൾ അതിനെ കുറിച്ച് പറയാനായിരിക്കും. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല സർ. ഓഫീസ് റൂമിലോ? എന്റെ ദൈവമേ. ഓക്കെ സർ. സാർ, ഇത്രയും പൈസ വീട്ടിൽ ഒളിച്ചു വെക്കാതെ ഈ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിനാ സാർ? വീട്ടിൽ ഒളിപ്പിച്ചു വെക്കാൻ ഇത് ന്യായമായിട്ടുണ്ടാക്കിയ കാശൊന്നും അല്ല. ആ, ക്രിക്കറ്റ് ബെറ്റിംഗ് കിട്ടിയ ബ്ലാക്ക് മണിയാ. അത് ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ചാ പിന്നെ ആർക്കും സംശയം വരില്ലടാ പൂട്ടാ. ശരിയാ സാർ. വയ്ക്ക് അയ്യോ. വയ്ക്ക്. ആ, വീട്ടിൽ ഇൻകം ടാക്സ് റെയ്ഡ് വരാനുള്ള സാധ്യതയുണ്ട്. സമാധാനായി. നടക്ക. ബാഗ് ഇവിടെ. സാറെന്താ അന്വേഷിക്കുന്നത്? അത് പ്രധാന ഫയൽസ് വെച്ചിട്ടുള്ള ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കിയപ്പോ കാണുന്നില്ല. റെഡ് കളർ ബാഗാണോ സാർ? അത് തന്നെ. മോള് കണ്ടായിരുന്നോ? ആ, കണ്ടായിരുന്നു. അതിപ്പോ രേവന്ത് കൊണ്ടുപോയല്ലോ. എങ്ങോട്ടാ പോയത്? ദേ അങ്ങോട്ട്. എന്നാ വാ. ഏത് വഴിക്ക് പോയേ? സാർ ഇങ്ങോട്ടാ. വേഗം നടക്ക്. രേവന്ത് എന്തിനെ കുറിച്ച് സംസാരിക്കാൻ പോണേന്ന് നിനക്ക് വല്ല പിടിയുണ്ടോ? അറിയില്ല സർ. എന്തോ ഓഫീസ് റൂം മാറ്റർ ആണെന്ന് മാത്രം പറഞ്ഞോളൂ. ഓഫീസ് റൂമായിട്ടോ? ആ. എന്റെ അമ്മേ. വാട്സപ്പിൽ ഞാൻ ഫോട്ടോ അയക്കാം. ടോട്ടൽ 10 കിലോ കൊക്കൈൻ. സാധനം കഷ്ടപ്പെട്ട് ഒളിപ്പിച്ചു വെക്കുമ്പോൾ താനിങ്ങനെ സംസാരിച്ചാൽ എങ്ങനെയാ? വിശ്വാസം ഇല്ലെങ്കിൽ ഇനി എൻ്റെ കൂടെ ബിസിനസ് ചെയ്യണ്ട. ഞാൻ എന്ത് വലിയ റിസ്ക് എടുക്കുന്നറിയോ? ഇനി ഇങ്ങോട്ട് വിളിക്കാൻ നിൽക്കണ്ട. സമയവും സന്ദർഭവും നോക്കി ഞാൻ തന്നെ കൊണ്ടുവന്നോളാം.
എടാ രേവന്തേ, നീ അത് എടുത്തോ. എന്തുപറ്റി സാർ? എനി പ്രോബ്ലം? യുവാ, നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ആ രേവന്തന്റെ ഒരു ബോക്സ് മോഷ്ടിച്ചു. അവൻ എവിടെയാണെങ്കിലും കണ്ടുപിടിക്കേ. വേണ്ടി വന്നാൽ അവന്റെ കൈയും കാലും തല്ലി പിടിച്ചോ. നിനക്ക് എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരാം. രേവന്തിന്റെ തല എനിക്ക് കാശൊന്നും വേണ്ട സാറ്. എന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. സാറിന്റെ കൂടെ എന്നാ വന്നാ വേഗം വാ. ആ വഴിക്കായിരിക്കും സാർ. വേഗം വാ. ദേ പോകുന്നു സാർ. പിടിക്കവനെ. ഇവനിത് എവിടെ പോയി കിടക്കുക? സാർ ദേ രേവന്ത് പോന്നു. വേഗം വാ, വേഗം വാ. ദേ പോകുന്നു സാർ. അവന്റെ കയ്യിൽ വിടരുത്. പിടിക്കവനെ. വേഗം വാ സാർ. അവനെ വിടരുത്. ദേ, ഇത് കൈ വെച്ചോ. ഇത് പിടിക്കും സാർ. എറി സാർ, എറി സാർ. അവന്റെ തല നോക്കി എറി. സാർ ദേ അവൻ രക്ഷപ്പെടുന്നു. സാർ നോക്ക്. സാർ, സൂക്ഷിച്ച്. സാർ അയ്യോ. അവൻ ഒടിക്കുക കയറി വാ. ചത്തുപോയി സാർ. ചത്തോ? അവൻ ചത്തുപോയെന്ന്. എന്താ സംഭവിച്ചേ? സാർ, ഈ പ്രിൻസിപ്പളും ചെയർമാൻ സാറും ചേർന്ന് ഒരു ഇരുമ്പിന്റെ റോഡ് വെച്ചിട്ട് തലയ്ക്ക് എറിഞ്ഞതാ സാർ. പക്ഷെ സത്യമായിട്ടും അവർ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അറിയാതെ പറ്റിപ്പോയതാ. ആയിരിക്കുന്ന ബോക്സ് ആരുടെയാ? ആ പെട്ടി പ്രിൻസിപ്പളിന്റെ. അതെടുത്തോണ്ട് ഓടിയോണ്ട് ചെയ്തു പോയത് സാറേ. ചെക്ക് ചെയ്യേ. സാർ, കൊക്കൈൻ സാർ. താൻ എന്ത് പ്രിൻസിപ്പളാണോ ഇങ്ങനെ ഒരു റെസ്പോൺസിബിൾ പൊസിഷനിൽ ഇരുന്നിട്ട് സ്റ്റുഡൻസിന്റെ ഭാവി നന്നാക്കുന്നതിന് പകരം അവർക്ക് ഡ്രഗ്സ് കൊടുത്ത് നശിപ്പിക്കുകയല്ലേ? ബോധമില്ല എനിക്ക്. ഇതിന്റെയൊക്കെ കോൺസിക്വൻസ് എന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണോ ചെയ്തേ? ഈ ബാഗ് ആരുടെയാ? ചെയർമാന്റെ ബാഗാ സാർ. എന്താ അതിനകത്ത്? സാറിന്റെ എന്തോ ഇമ്പോർട്ടന്റ് ഫയൽസ് എന്നാ പറഞ്ഞേ അല്ലേ സാർ? ഫയൽസ്. എടാ, പറഞ്ഞു ചെക്ക് ചെയ്തേ. ചെക്ക് ചെയ്യാനൊന്നുമില്ല, ഫയൽസ്. സാർ അതിനകത്തൊന്നുമില്ല. സാറേ, ഈ ബാഗിനകത്ത് കുറച്ച് ഫയൽസ് മാത്രമേ ഉള്ളൂ. ഫയൽസ് മാത്രമേ ഉള്ളെന്നോ? ഫയൽസ് അല്ലേ അതിൽ വെച്ച്? താനൊന്ന് പോയടോ. ഫയൽസ് ഒന്നും അല്ലായിരുന്നു. ഞാൻ ക്രിക്കറ്റ് ബെറ്റിംഗ് വെച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ബ്ലാക്ക് മണി മുഴുവൻ ആ ബാഗിലുണ്ടായിരുന്നു. എല്ലാം പുതിയ 2000 നോട്ടായിരുന്നില്ലേ? ഇത്രയും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, അതും പോരാഞ്ഞിട്ട് സക്സസ്ഫുൾ ബിസിനസ്മാൻ. പിന്നെ വേറൊരു കാര്യം അറിയോ? എന്താ? എന്റെ മോനോട് പോലും നിങ്ങളെ റോൾ മോഡലായി കാണണമെന്ന് പറഞ്ഞു. താനൊക്കെ ഇങ്ങനെ ചെയ്തോണ്ട് എത്ര കുടുംബം വഴിയാതാരായി പോകുന്നുണ്ടെന്നറിയോ? ഒന്നും പറയാനില്ലേ? ഞാൻ എന്താ പറയണ്ടേ? എന്നെ തല്ലിക്കോ, ചീത്ത പറഞ്ഞോ, വേണമെങ്കിൽ തൂക്കിക്കൊന്നോ. പക്ഷെ എന്റെ കാശ് എവിടെ പോയി നോക്ക്. ആരടിച്ചു മാറ്റിന്ന് കണ്ടുപിടിക്ക്. ആ കാശ് എവിടെയും പോയിട്ടില്ല സാർ. ഇവിടെ തന്നെയുണ്ട്. ഇവിടുന്ന് കണ്ടുപോകും സാർ. സാറിന് മനസ്സിലാവും. ഇവിടെ വേണ്ട, അവിടെ പോയി നോക്കാം. പൈസയോ? സാറേ, MLA സാറേ, എന്താടാ? ഇവിടുന്ന് കുറെ പണം കിട്ടിയിട്ടുണ്ട്. ആണോ? അപ്പൊ ആ PA പറഞ്ഞത് സത്യം തന്നെയാ? ആദ്യം സാറേ, നീ ഒരു കാര്യം ചെയ്യ്, അത് മുഴുവൻ എടുത്ത് പുറത്തേക്ക് ഇറങ്ങ. സൗകര്യം പോലെ ഷെയർ ചെയ്യാം. പറഞ്ഞു മനസ്സിലായോ? ഓക്കെ സാർ. എടാ MLA തെണ്ടി, എന്റെ കൂടെ ഇരുന്ന് എനിക്കിട്ട് തന്നെ പണി തരാൻ നോക്കുമായിരുന്നല്ലേ? ഓ മൈ ഗോഡ്, എല്ലാം കള്ളന്മാരാ. കോൺസ്റ്റബിൾസ്, എല്ലാത്തിനെയും അറസ്റ്റ് ചെയ്യ്. സാറേ, ഞാൻ പറയട്ടെ, ഞാൻ സ്റ്റേഷനിൽ സമർപ്പിക്കാൻ വേണ്ടി കൊടുത്തതാ. പ്ലീസ് സാർ, ഞാൻ പറയട്ടെ, അത് എന്റെ അല്ല. എന്റെ പൊസിഷൻ എന്താന്ന് എനിക്കറിയോ? എന്നാൽ ഈ കാര്യങ്ങളൊക്കെ നിനക്കെങ്ങനെ മനസ്സിലായി? അത് രേവന്ത് ജാനുവിന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചായിരുന്നു സാർ. അതെ സാർ. ഓ, വെരി ഗുഡ് യുവ. ഇന്ന് യൂത്ത് ഫേസ് ചെയ്യുന്ന പ്രധാന 2 പ്രശ്നങ്ങൾക്ക് പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. എനിവേ, ഇത് നമ്മൾ ശരിക്കും ആഘോഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഗ്രേറ്റ് ജോബ്. താങ്ക് യു സാർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ.